നമസ്കാരം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ ബിഗ് ബോസ് സീസൺ 7 നല്ല അടിപൊളിയായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. ലൈവിൽ കുറച്ച് മുന്നേ ഒരു ടാസ്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഒരു മോർണിംഗ് ടാസ്ക് ആയിരുന്നു കൊടുത്തിട്ടുണ്ടായിരുന്നത്. ആ ടാസ്കിൻ്റെ അകത്ത് ആദ്യം നമ്മൾ രണ്ട് പേരെ സെലക്ട് ചെയ്യുക. അതിൻ്റെ അകത്ത് ഒരാൾ ഇഷ്ടപ്പെട്ടതും ഒരാളെ നമുക്ക് ഇഷ്ടപ്പെടാത്തതുമായിട്ടാണ് അതിൻ്റെ അകത്ത് പറയേണ്ടത്. അതിൻ്റെ അകത്ത് ഇഷ്ടപ്പെട്ട ആൾക്ക് ഇരട്ടപ്പേര് കൊടുക്കുകയാണ് വേണ്ടത്. ഇഷ്ടപ്പെട്ട ആൾക്ക് ഒരു ഇരട്ടപ്പേര്, ഇഷ്ടപ്പെടാത്ത ആൾക്ക് ഒരു ഇരട്ടപ്പേര് എന്ന് പറഞ്ഞിട്ടാണ് കൊടുക്കേണ്ടത്. അപ്പോൾ ഓരോരോ ആൾക്കാരെയും വിളിച്ച് നമ്മുടെ ക്യാപ്റ്റൻ അനീഷിന് നമ്മുടെ ശരത്ത് ഇട്ട് കൊടുത്തിരിക്കുന്ന പേര് മുള്ളംപന്നി എന്നാണ് ഇഷ്ടപ്പെടാത്ത പേര് കൊടുത്തത്. ഇഷ്ടപ്പെട്ടത് ആര്യരെയാണ്. ചിരിക്കുടുക്കാന്നൊക്കെ ആയിരുന്നു പേര് കൊടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മുടെ രേണു സുധിയെ നമ്മുടെ അക്ബർ അത്രയും വൃത്തികെട്ട ഒരു പേരാണ് അതിൻ്റെ അകത്ത് കൊടുത്തിട്ടുള്ളത്. കാരണം രേണു സുധിയെ പരാമർശിച്ചിട്ട് പല വീഡിയോകളും ചെയ്തിട്ടുണ്ടെങ്കിലും ഇക്കാര്യത്തിൽ രേണു സുധിയുടെ ഭാഗത്താണ് ഞാൻ 100% ഞാൻ രേണു സുധിയുടെ ഭാഗത്താണ് ന്യായം കാണുന്നത്. കാരണം രേണു സുധിയെ സെപ്റ്റിക് ടാങ്ക് എന്ന് പറഞ്ഞിട്ടാണ് അക്ബർ ഖാൻ അതിൻ്റെ അകത്ത് രേണു സുധി ഇഷ്ടമല്ല, പക്ഷേ സെപ്റ്റിക് ടാങ്കോടായിട്ടാണ് ഉപമിച്ചിട്ട് പേരിട്ടിട്ടുള്ളത്. എന്നിട്ട് പറയുന്നത് ഇഷ്ടമുള്ളവർക്ക് വിളിക്കാം. പക്ഷെങ്കിൽ രേണു സുധിക്ക് ആ പേര് കൊടുത്തിട്ടുണ്ടെങ്കിലും അവിടെയുള്ള ആർക്കും തന്നെ ആ ഇട്ട ഇരട്ടപ്പേര് ആർക്കും ഇഷ്ടമുണ്ടായിരുന്നില്ല. അത് എല്ലാവരുടെയും ഫേസിലുണ്ടായിരുന്നു. ലൈവ് കണ്ടവർക്ക് അത് മനസ്സിലാവും. ഒരിക്കലും പറയാൻ പാടില്ലാത്ത പേരായിരുന്നു അതിൻ്റെ അകത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഞാൻ എന്തോ വലിയ സംഭവമാണെന്നാണ് അക്ബറിൻ്റെ വിചാരം. അക്ബർ അവിടെയുള്ള രേണു സുധിക്ക് അവിടെ എന്തൊക്കെ സ്ഥാനങ്ങളാണുള്ളത് അത് തന്നെയാണ് അക്ബറിനും. അതായത് ഞാൻ വലുത് ചെറുത് എന്നൊന്നുമില്ല, എല്ലാവർക്കും ഈക്വലാണ് അവിടെ ഉള്ളത്. എന്ത് തന്നെയായാലും രേണു സുധിയുടെ ഭാഗത്താണ് ഇക്കാര്യത്തിൽ ഞാൻ ന്യായം കാണുന്നത്. ഒരിക്കലും ആ പേരിടണ്ട. വേറെ എത്ര പേരുണ്ട് ഇരട്ടപ്പേര്. നമ്മൾ ഫസ്റ്റ് സീസണിലകത്തൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നില്ല, പല പല പേരുകൾ സെലക്ട് ചെയ്തിട്ട് ഓരോരാൾക്ക് ടാഗ് കൊടുക്കുന്നു. ചുള്ളൻ, കഴുത, മരവാഴ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെയുള്ള പേരുകളോ ടാഗൊക്കെ ഇങ്ങനെ വളരെ ചിരിച്ച അവാർഡ് പോലെയൊക്കെ ആയിട്ടായിരുന്നു അതിൻ്റെ അകത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നത് സീസൺ ഫസ്റ്റിൽ. അപ്പോൾ ചിലപ്പോൾ ബിഗ് ബോസ് അവർക്ക് കൊടുത്ത ടാസ്ക് അവരുടെ ഉള്ളിലിരിപ്പ് അറിയാൻ വേണ്ടിയിട്ടൊക്കെ ആയിരിക്കും. എന്ത് തന്നെയായാലും രേണു സുധിക്ക് അക്ബർ ഖാൻ ആ പേരിട്ടത് എനിക്ക് തീരെ ഇഷ്ടപ്പെട്ടിട്ടില്ല. മിക്ക ആൾക്കാർക്കും അത് ഇഷ്ടപ്പെട്ടിട്ടില്ല. ആ ഹൗസിലുള്ളവരായാലും രേണുവിന് അത് വളരെ വിഷമം ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ അവിടുന്ന് പ്രതികരിച്ചില്ല എന്നേ ഉള്ളൂ. എന്ത് തന്നെയാലും വേറെ എത്രയോ പേരുണ്ടായിരുന്നു. ആ പേരൊക്കെ ഇടായിരുന്നു. ചില ആൾക്കാർ തമാശയായിട്ടും പേരിട്ട് വരുന്നുണ്ട്. അങ്ങനെ വേണമെങ്കിൽ എടുക്കാം. അല്ല, രേണു തന്നെ പറയുന്നുണ്ട് വേണമെങ്കിൽ പാഷാണത്തിൽ കൃമിന്നോ അങ്ങനെ എന്തെങ്കിലും ഒരു പേരിട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇത്രയും വലിയ പ്രോബ്ലം ഉണ്ടാവുന്നത്. ഇത് തീർച്ചയായിട്ടും അക്ബറിന് ഒരു നെഗറ്റീവായിട്ട് വരാനേ ചാൻസ് ഉള്ളൂ. മിക്ക ആൾക്കാരും രേണു സുധിയുടെ ഭാഗത്ത് തന്നെയാണ്. കാരണം ആ പേരിടണ്ടായിരുന്നു. അത്രയ്ക്കും വിഷമമുണ്ട്. ആ ലൈവ് കണ്ടവർക്കൊക്കെ അറിയാം. രേണു സുധി ബിഗ് ബോസിൽ പോയ ശേഷം വലിയ ആക്റ്റീവോ കാര്യങ്ങളോ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. അതൊക്കെ സത്യം തന്നെയാണ്. പക്ഷേ ഇതുപോലത്തെ പേരൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ആൾ ഉള്ളതിനേക്കാൾ കൂടുതലും ഡൗൺ ആവുകയുള്ളൂ. കാരണം പിന്നെ ഒരുതരം നടത്തമൊക്കെ ആയിരുന്നു രേണു. കാരണം എന്നെ അങ്ങനെ വിളിച്ചു, എന്നെ കാണുന്ന കുറച്ച് പേരും ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ കാണണം എനിക്ക് ആ പേരിട്ടത് എന്നൊക്കെ പറഞ്ഞിട്ട് പറയുന്നുണ്ട്. സത്യമാണ്. ആ പേരിട്ടതിനോടുകൂടി ഒരിക്കലും നമുക്ക് യോജിക്കാൻ പറ്റുന്ന കാര്യമില്ല. പിന്നെ അക്ബറിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ അക്ബറാണ് അവിടുത്തെ ബിഗ് ബോസ് എന്നാണ് അക്ബറിൻ്റെ വിചാരം. എനിക്ക് അക്ബറിൻ്റെ പെർഫോമൻസ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല. എൻ്റെ അഭിപ്രായമാണ്. ഞാൻ ലൈവ് കാണുന്ന ഒരു വ്യക്തിയാണ്, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. പല കാര്യങ്ങളും വളച്ചൊടിച്ചൊക്കെ പറയുമ്പോൾ തോന്നിയിട്ടുണ്ട്. പിന്നെ അവിടെ ഒരു ഗ്രൂപ്പ് കളിക്കും പോലെയായിട്ടും എനിക്ക് തോന്നിയിട്ടുണ്ട്. അക്ബറും ശരത്ത്, ആര്യൻ ഇവരൊക്കെ ഒരു ഗ്രൂപ്പ് പോലെയായിട്ട് കളിക്കുന്ന പോലെയൊക്കെ ആയിട്ട് തോന്നിയിട്ടുണ്ട്. പിന്നെ ഷാനവാസുമായിട്ടുള്ള ചെറിയൊരു ഫൈറ്റ് പോലെ ഉണ്ടായിരുന്നു. അവിടെ ഇരുന്ന ശേഷം അനുമോളുമായിട്ട് ബന്ധപ്പെട്ട് എന്തോ അവർ ഒരു ഫണ്ണി ആയിട്ട് ഷാനവാസ് അനുമോളെ കുറിച്ച് പറഞ്ഞ കാര്യങ്ങളൊക്കെ വെച്ചിട്ട് അക്ബർ മാപ്പ് പറയണം എന്നൊക്കെ പറഞ്ഞിട്ട് പറയുന്നുണ്ട്. മാപ്പ് പറയിപ്പിക്കാൻ അക്ബറിന് ഒരു അധികാരമില്ല. അക്ബറുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണെങ്കിൽ മാത്രമേ അക്ബറിന് ഡിമാൻഡ് ചെയ്യാൻ പാടുള്ളൂ മാപ്പ് പറയണം എന്നുള്ളത്. ഇത് അനുമോൾക്കില്ലാത്ത പ്രശ്നം അക്ബറിന് എന്താണെന്ന് എനിക്കറിയില്ല. അങ്ങനെ ഞാൻ എന്തോ വലിയ സംഭവമാണെന്നാണ് ആ കക്ഷിയുടെ വിചാരം. ഒന്നുമല്ല. അത് ഒരു നോമിനേഷനിൽ വന്നാൽ തന്നെ മനസ്സിലാവും ആണോ അല്ലയോ എന്നല്ല. മിക്കവാറും പുറത്താവേണ്ട എല്ലാ ചാൻസും ഉണ്ട്. കാരണം രേണു സുധിയെ സെപ്റ്റിക് ടാങ്ക് എന്നൊക്കെ പറഞ്ഞ് വിശേഷിപ്പിച്ചതിൽ മിക്ക ആൾക്കാരും അക്ബറിനെതിരെയാണ്. സപ്പോർട്ട് ചെയ്തിട്ട് അധികം ആൾക്കാരും പറയുന്നില്ല. അക്കാര്യത്തിൽ രേണു സുധിയുടെ ഭാഗത്ത് തന്നെയാണ് ന്യായമുള്ളത്. പിന്നെ മറ്റൊരു കാര്യം, അനുമോളെ എന്തോ മുടിയൊക്കെ പിഴുതിട്ട് എനിക്ക് അനുമോൾ ഇതാണ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ളൊരു ഡയലോഗും ഉണ്ടായിരുന്നു അക്ബറിൻ്റെത്. അക്ബറിന് സത്യം മറിച്ച് ഇവർ ടീമായിട്ടാണ് കളിക്കുന്നത്. അത് ജസീലി അവിടെ തന്നെ പൊളിച്ചെടുക്കുന്നുണ്ട്. നിങ്ങൾ ഗ്രൂപ്പായിട്ടല്ലേ. പിന്നെ ഷാനവാസും പറയുന്നുണ്ട് നിങ്ങൾ ഗ്രൂപ്പ് ചേർന്നിട്ടല്ലേ എന്നൊക്കെ പറയുന്നുണ്ട്. കാരണം അത് പറയാനുണ്ടായ സാഹചര്യം എന്താണെന്ന് വെച്ചാൽ ഷാനവാസും അക്ബറായിട്ട് ഒരു ചെറിയ ഒരു വാക്പോര് പോലെയൊക്കെ ഉണ്ടായിരുന്നപ്പോൾ അക്ബർ പറഞ്ഞു ഞങ്ങളൊക്കെ ഉള്ളിലാണ് കിടക്കുന്നത്, നിങ്ങളല്ലേ പുറത്ത് കിടക്കുന്നതെന്ന് പറഞ്ഞിട്ട് ഷാനവാസിനെ ആക്കി. അതിന് തക്കതായ മറുപടി ഷാനവാസ് കൊടുക്കുന്നുണ്ട്. ഷാനവാസ് അതിൻ്റെ അകത്ത് പറയുന്നുണ്ട് നിങ്ങൾ ഗ്രൂപ്പ് ചേർന്നിട്ട് ഒരാളെ നോമിനേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ പുറത്ത് തന്നെയല്ലേ കിടക്കേണ്ടി വരും. അത് അത്ര വലിയ കാര്യമൊന്നുമല്ല. സത്യമാണ്. നമ്മളിപ്പോൾ ഒരു 5-6 പേര് ഗ്രൂപ്പ് ചെയ്തിട്ട് ഒരാളുടെ പേര് തന്നെ നോമിനേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കൂടുതൽ വോട്ടും അയാൾക്കേ തന്നെ വരുള്ളൂ. അത് വലിയൊരു ക്രെഡിറ്റ് ഒന്നുമില്ല. അല്ലാതെ അയാൾ കളിച്ചു തോറ്റൊന്നുമല്ലല്ലോ. തുടങ്ങിയിട്ടാകെ 3 ദിവസമല്ലേ ആയുള്ളൂ. അപ്പോഴേക്ക് തന്നെ ഒരാളെ
പുറത്താക്കാൻ വേണ്ടിയിട്ട് ആർക്കും കഴിയില്ല. കാരണം ജനങ്ങളുടെ വോട്ട് ഉണ്ടെങ്കിൽ മാത്രമേ ആ വ്യക്തിയെ പുറത്താക്കാൻ പറ്റൂ. അല്ലാതെ ഒരാളുടെ പേഴ്സണൽ താല്പര്യം വെച്ചിട്ട് പുറത്താക്കാൻ പറ്റുന്നുള്ള കാര്യമൊന്നും എനിക്ക് തോന്നുന്നില്ല. ഇപ്പോൾ അക്ബറിൻ്റെ വിചാരം ഞാൻ തീരുമാനിക്കുന്നത് പോലെയാണ്. അങ്ങനെയാണെങ്കിൽ പിന്നെ വോട്ടിൻ്റെ കാര്യമൊന്നുമില്ല. താങ്കളെ തന്നെ ആരെയാണ് വിന്നറാക്കേണ്ടതെന്ന് തീരുമാനിക്കുക. ആ കപ്പ് ലാലേട്ടനോടൊരു കപ്പ് തന്നേക്കെന്ന് പറഞ്ഞിട്ട് അങ്ങ് പോയാൽ പോരെ. ആ ഒരു അഹംഭാവത്തിലാണ് ഇതുവരെയുള്ള അക്ബറിൻ്റെ പെർഫോമൻസ് ഉണ്ടായിട്ട് എനിക്ക് തോന്നിയത്. ഇനി അങ്ങോട്ട് എന്താണെന്നുള്ളത് എനിക്ക് പറയാൻ പറ്റില്ല. ഇന്നത്തെ വരെയുള്ള പെർഫോമൻസ് വെച്ചിട്ടാണ് പറയുന്നത്. ഒരു ഗ്രൂപ്പിസം പോലെ ആയിട്ട് തന്നെ തോന്നിയിട്ടുണ്ട്. ലൈവ് ഇരുന്ന് കാണുന്ന വ്യക്തി എന്നുള്ളൊരു നിലക്ക് ഞാൻ പറയുന്നതാണ്, എൻ്റെ അഭിപ്രായമാണ്. അക്ബറിനെ ഇഷ്ടപ്പെടുന്നവർക്ക് ചിലപ്പോൾ അത് പിടിക്കണമെന്നില്ല. എന്ത് തന്നെയാലും അക്ബർ ഇന്ന് രേണുസുധിക്ക് ഇട്ട പേര് തീരെ യോജിക്കാൻ പറ്റുന്ന കാര്യമല്ല. രേണുസുധിയെ വിമർശിച്ചിട്ട് പല വീഡിയോസും കാര്യങ്ങളും ഒക്കെ ഇട്ടിട്ടുണ്ടെങ്കിലും ഈ ഒരു പേരിട്ടതിനോട് തീരെ യോജിക്കാൻ പറ്റുന്നതല്ല. വേറെ എത്രയോ പേരിടാം. അതൊരു ഫണ്ണി ടാസ്ക് പോലെ ആയിട്ടും എടുക്കാം. നമുക്കൊരാളെ ഇഷ്ടമല്ല എന്ന് ഓൾറെഡി പറഞ്ഞു. പക്ഷേങ്കിൽ വേറെയും പേരിടാലോ. ഇത് ആ പേരിൽ തന്നെ പറയണമെന്നില്ലല്ലോ. ഇപ്പം വേണമെങ്കിൽ രേണുസുധിക്കും തിരിച്ചിട്ടും ആ സെപ്റ്റിക് ടാങ്കിലുള്ള ആ മാലിന്യ വസ്തുവാണ് താങ്കൾ എന്ന് പറഞ്ഞിട്ട് പ്രതികരിക്കാം. പക്ഷേ അവരത് പറഞ്ഞിട്ടില്ല. അവർക്കത് കേട്ടപ്പോൾ തന്നെ ആകെ വിഷമമായിട്ടുണ്ട്. അത് ആ വീഡിയോയിലൊക്കെ കാണാം. പിന്നെ കുറേ സമയം കിടന്നും അവിടെ ഇരുന്നൊക്കെ പറയുന്നുണ്ട്. അത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. ഹൗസിലുള്ളവർ പറയുന്നുണ്ട് അത് വിട്ടേക്ക് പോട്ടെ, സാരമില്ല, അത് നിങ്ങളെ മനസ്സിലാക്കുന്നവർക്കൊക്കെ അത് അയാൾ പറഞ്ഞത് തെറ്റാണെന്ന് അറിയാമെന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും നമുക്കത് നേരിട്ട് കഴിഞ്ഞാൽ നമുക്കതിൻ്റെ വിഷമം മനസ്സിലാവില്ല. നമ്മളെ ഒരാൾ കുറേ പേരുടെ മുന്നിൽ, അതും ഈ ലോകം 100 കണക്കിനോളം പ്രേക്ഷകരും 1000കണക്കിന് പ്രേക്ഷകർ കാണുന്ന ഒരു ഷോയിൽ 1000 അല്ല 3.5 കോടി ജനങ്ങളുണ്ടെന്നല്ലേ പറയാം. അപ്പോൾ ഈ ബിഗ് ബോസ് ഷോ ഒരുവിധം എല്ലാ ആൾക്കാരും കാണുന്നതാണ്. അപ്പോൾ അത്രയും ആൾക്കാരുടെ മുന്നിൽ വെച്ചിട്ട് അതായത് താങ്കൾ ഒരു സെപ്റ്റിക് ടാങ്കാണ്, മാലിന്യ വസ്തു തള്ളുന്ന ഒരു വ്യക്തിയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ആർക്കാലും ഉൾക്കൊള്ളാൻ പറ്റുന്ന കാര്യമല്ല. മറിച്ച് ഇപ്പോൾ അക്ബറിനെയാണ് പറഞ്ഞതെങ്കിൽ ഇപ്പോൾ എന്തായിരിക്കും ഇവിടെ നടക്കുക എന്നുള്ളത് രേണു പറയുന്നുണ്ട്. അതും ഒരു പോയിന്റ് തന്നെയാണ്. എന്ത് തന്നെയാലും കുഴപ്പമാക്കും. ഇവരൊരു വിഷയം വീട് കിട്ടാൻ വേണ്ടിയിട്ട് കളിക്കുകയാണ്. ഒരാൾ ചായയിൽ മധുരം ഇട്ടില്ലെങ്കിൽ അതൊരു കണ്ടന്റ് ആക്കിയിട്ട് കുഴപ്പമാക്കുന്ന ടീമാണ്. അത് ഒറ്റയ്ക്ക് കളിക്കാൻ പേടിയാണെന്ന് തോന്നുന്നുണ്ട് എനിക്ക്. അക്ബറിൻ്റെ ഒക്കെ കളി കാണുമ്പോൾ ഗ്രൂപ്പിസം പോലെ ആയിട്ടാണ് കളിക്കുന്നത്. എന്ത് തന്നെയാലും രേണുസുധിയെ ഈ നിക്നെയിം ഇട്ടുകൊടുത്തതിൽ ഞാൻ യോജിക്കുന്നില്ല. നിങ്ങളുടെ അഭിപ്രായം എന്താണ്? നിങ്ങൾ കമൻറ്റ് ചെയ്യണം.